ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ വീഡിയോ ആണിട്ടത്. അപ്പോൾ രാവിലെ തന്നെ ഉസ്താദ് വന്ന് ദ്വാരന്നൊക്കെ പോയിട്ടോ. അപ്പോൾ 11 മണിക്കാണ് ഇനാഗ്രേഷൻ വരുന്നത്. ഇനാഗ്രേഷൻ ചെയ്യുന്നത് നമ്മളെ നേപ്പാളി മല്ലു കപ്പിലെ സോയിക്കുട്ടിയും ഹസ്ബൻഡും ആണ് വരുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ സിമിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടോ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ ടൈം കിട്ടിയത്. നല്ല തിരക്കിലായിപ്പോയി. അപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ടൈമില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഫ്രീ ആയപ്പോഴാണ് ഒന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളെ സിമി കുറച്ച് നേരത്തെ എത്തിയിട്ട് ഒരു 10:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. നേപ്പാളി കപ്പിൾസ് അവർ ഇന്നലെ തലേ ദിവസം കോഴിക്കോട് വന്നിട്ട് സ്റ്റേ ഒന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവർ അവിടുന്ന് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും കേട്ടോ. 11 മണി 11:30 ആകുമ്പോഴേക്കും എത്തും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചിരിക്കാണ്ട് വന്നപ്പോൾ ഒന്നാമത് ഒക്കെ ഒന്ന് ലേറ്റ്. ഇനാഗ്രേഷൻ ചെയ്യുന്നത് നേപ്പാളി മല്ലു കപ്പിൾസാണ്. അവർ ഇന്ന് തലേ ദിവസം തന്നെ കോഴിക്കോട് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവരെത്തിട്ടോ. ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തികളാണ് കേട്ടോ. അവർ ഭയങ്കര ഇഷ്ടമായിട്ട് അവരുടെ വീഡിയോസും വ്ളോഗും. അപ്പോൾ നമ്മൾ ഷോപ്പ് ഇടുമ്പോഴേ പറഞ്ഞിരുന്നു അവരെ വിളിച്ച് നോക്കിയിട്ട് വരാൻ പറ്റുമെങ്കിൽ എന്തായാലും അവർ തന്നെ വിളിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചോദിച്ചപ്പോൾ ഒരു റെഡി ആയിരുന്നു കേട്ടോ വരാൻ. നല്ല പെരുമാറ്റം, അതേപോലെ തന്നെ നല്ല നല്ല കമ്പനിയാണ് കേട്ടോ എല്ലാവരോടും. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് കണ്ടാലും നല്ലൊരു പെരുമാറ്റമാണ് കേട്ടോ. ഇനാഗ്രേഷൻ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തത്. റിബൺ കട്ട് ചെയ്ത് ഇനാഗ്രേഷൻ ചെയ്തത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വിളിച്ചപ്പോൾ വന്നതുകൊണ്ട്. ആൾ അത്രയും ദൂരത്തു നിന്നാണല്ലോ ഇവിടേക്ക് വന്നത്. നമുക്ക് കോഴിക്കോട് നിന്നും നമ്മളെ ഷോപ്പിലേക്ക് ഒരു 1 hour യാത്ര ഉണ്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ലോങ് ആയിട്ട് പോലും അവൾ വിളിച്ചപ്പോൾ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അമ്മക്കൊക്കെ സുഖം തന്നെ. നമ്മള് സ്ഥിരം വീഡിയോ കാണലുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾ രണ്ടുപേരെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ. ഞങ്ങൾ കൂടെ ഒരു ഫോട്ടോ എടുക്കണേ, ഞങ്ങളിവിടെ നിങ്ങളെടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരം അവരൊക്കെ സംസാരം കേൾക്കാൻ നല്ല ഭംഗിയാട്ടോ, നല്ല രസമുണ്ട്. അതേപോലെ നല്ല കമ്പനിയാണ്. 3 പേരും നല്ല കമ്പനിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അടിപൊളിയാട്ടോ. അങ്ങനെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളോട് നല്ലോണം സംസാരിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതായിട്ടോ അവർ പോയത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറക്കിയപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല. കാരണം ജോലിക്ക് പോയവരും അതേപോലെ ക്ലാസ്സുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഞങ്ങൾക്കും കാണാമായിരുന്നു എന്ന് കുറേ പരാതി തന്നിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വൈകുന്നേരം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇനാഗ്രേഷൻ വെച്ചത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അതിൻ്റെ ഇടയിൽ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ നല്ല എന്താ പറയുക, നല്ല കമ്പനിയാണ് കേട്ടോ. അവർ നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഏതായാലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ ഷോപ്പിൽ. ബസ്സിനും അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു 2 ആളും കൂടെ. അപ്പോഴാണ് അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തെടുക്കുന്നിടത്തൊന്ന് വില ഏൽപ്പിച്ചിട്ട് അവരെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഒന്നുമില്ല, ഡ്രസ്സാണ് കേട്ടോ നമ്മൾ കൊടുത്തത് അവർക്ക് 2 പേർക്കും.
അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ അവരെയും കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ അവരെ കൊണ്ടുപോയപ്പോൾ അവർ ഞങ്ങളെ നിർബന്ധിച്ച് ഇരുത്തിയിട്ട് ഞങ്ങളും കൂടെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് ഇവിടെ അടുത്ത് തന്നെയുള്ള ഹോട്ടലാണ് നമ്മളവിടെ സെറ്റാക്കിയിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഫുഡൊക്കെ നല്ല ഇഷ്ടമായി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഷോപ്പിലേക്ക് വന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ പോയത്. അതുവരെ കുറേ നേരം അവിടെ ഇന്ന് സോയിക്കുട്ടി ഒരു ചുരിദാറൊക്കെ എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി ചുരിദാറൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞേരാണ് പോയത്. കുറച്ച് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്തു ആദ്യ ദിവസം തന്നെ